2 ദിവസം പൊതു അവധി ആയതുകൊണ്ട് തന്നെ രാവിലെ ഇച്ചാപ്പം വിളിച്ചിട്ട് പറഞ്ഞു വാടാ ചുമ്മാ പോയി കൊച്ചിയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. എന്നാൽ പിന്നെ കൊച്ചിക്ക് പോയേക്കാന്ന് ഓർത്തു, വണ്ടി എടുത്തു. എന്തായാലും എല്ലാവരും ഇന്ന് അവിടെ ഫ്രീ ആയിട്ട് കാണുമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് കൊച്ചി പോയിട്ട് ഒരു കാര്യമില്ലെന്നറിയാം, എന്നാലും വെറുതെ അങ്ങോട്ട് തന്നെ പോവാ. എന്തായാലും ഉച്ച സമയത്ത് ചെന്നതുകൊണ്ട് തന്നെ നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേ സഹിലിനെ വിളിച്ചിട്ട് പറഞ്ഞു എവിടെയെങ്കിലും ഫുഡ് സെറ്റ് ചെയ്യാൻ. നേരെ ബാബു ബിരിയാണിയിലോട്ട് പോവാ, ഞങ്ങൾ അവിടെ സീറ്റും പിടിച്ച് നിങ്ങളെ കാത്തിരിക്കുവാന്ന്. ചെന്നപ്പോൾ എന്തായാലും പറഞ്ഞത് സത്യമായിരുന്നു. ഞങ്ങൾക്കുള്ള ബിരിയാണിയും പറഞ്ഞ് ഞങ്ങളെ കാത്ത് അവന്മാരവിടെ ഇരിപ്പുണ്ടായിരുന്നു. നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ ഫുഡ് അടി തുടങ്ങി. അങ്ങനെ ബിരിയാണിയും കഴിച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. എറണാകുളം വന്നു കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവർ നമ്മുടെ സഹില. കൊച്ചിക്കൂടെ ഓടിക്കാൻ എക്സ്പീരിയൻസ് വേണല്ലോ. അത് തീർച്ചയായിട്ടും. സഹില് വണ്ടി ഓടിക്കുന്നവരെ ആരും ഓടിക്കും കേട്ടോ. ആക്ഷൻ കണ്ടോ 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 കണ്ടോ. വേറെ വഴിയുണ്ട്. ഇപ്പൊ കൊച്ചിയിലെ മെയിൻ അല്ലേടാ, എല്ലാ ഇടവഴികളും പിന്നെ കാണപ്പെടാന്ന് പറഞ്ഞേ. നമ്പരു നമ്പര് പറ. പാവങ്ങള് 10,000-നും 5,000-നും ഒമ്പിക്കുന്നവരല്ല. ഞാൻ 50,000 ജീവിച്ചു പോകുന്നതാ. എടാ നിനക്കേ ഇവന് ഈ തമ്പുരു എന്ന് വിളിക്കാനുള്ള കാരണം എന്നടാ ഇതിലെ ഇപ്പൊ സ്വന്തമായിട്ട് പറയുന്നത് ഇതൊക്കെ. നീ ഇടയ്ക്ക് പെണ്ണ് കേട്ടാ പ്രായം വിളിക്കുന്നവല്ല തമ്പുരി മോൻ. അവിടുന്ന് നേരെ സൈൻ ലബാനിലോട്ട് വിട്ടു. ഊണ് കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി മധുരം നിർബന്ധമാണല്ലോ. അങ്ങനെ അതും മേടിച്ച് കഴിച്ചിട്ട് തിരിച്ച് വണ്ടിയിൽ കയറി നേരെ സഹിലിൻ്റെ റൂമിൽ പോയി ഒന്ന് ഉറങ്ങിയേക്കാന്ന് വെച്ചു. അങ്ങനെ ഉറക്കമെല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നേരം നല്ലപോലെ ഇരുട്ടിയിരുന്നു. എന്നാൽ പിന്നെ നേരെ മേനകെ പോയി ഒരു കുലുക്കി സർബത്തോടെ കുടിച്ചേക്കാന്ന് ഓർത്തു. വണ്ടി നേരെ അങ്ങോട്ട് വിട്ടു. അങ്ങനെ കുലുക്കി കൈ കിട്ടി കുലുക്കിയും കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് സഹിൽ പറഞ്ഞത് നമുക്കിനി പിസ്സ കഴിക്കാൻ പോകാമെന്ന്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു. നേരെ പിസ്സ ഷോപ്പിലെത്തി പിസ്സയ്ക്കും പറഞ്ഞു. അങ്ങനെ പിസ്സ കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും പറഞ്ഞു ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നമുക്ക് ഇവിടെ നിന്നേ ഈ ഗെയിം കളിച്ചോണ്ട് നിൽക്കാമെന്ന്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു. അങ്ങനെ ഗെയിമും കളിച്ച് അവിടെ തന്നെ നിന്നു.